ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സർക്കാരിനോടും ഗവർണറോടും സമവായത്തിലെത്താൻ ആവർത്തിച്ച് സുപ്രീംകോടതി. ഇരു കൂട്ടർക്കും സമവായത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ കോടതി നിയമനം നടത്തുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. യോഗ്യത ഉള്ളവരെയാണ് നിയമിക്കേണ്ടതെന്നും ജസ്റ്റിസ് JB പർദിവാല പറഞ്ഞു. സിലക്ഷൻ കമ്മിറ്റി നൽകിയ 2 പേരുകൾ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചാൻസലർ കോടതിയിൽ വാദിച്ചു. കേസ് വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. അതേസമയം VC-മാരുടെ നിയമനത്തിൽ ഗവർണർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ചാണ് മുൻഗണനാ ലിസ്റ്റ് നൽകിയത്. സുപ്രീംകോടതി നിർദ്ദേശം ഗവർണർ ലംഘിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീംകോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇത് കോടതി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. മുഖ്യമന്ത്രി ആണ് ഇതിൽ ലിസ്റ്റ് കൊടുക്കേണ്ടത്, പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയത്. അപ്പോൾ അവിടെ ഗവർണർ വിയോജിപ്പ് അറിയിക്കുന്നു. എന്നാൽ സർക്കാർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. അയോഗ്യയാണ്. ഇപ്പോൾ സിസ തോമസിന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലാണ് അയോഗ്യതയുള്ളത് എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സുപ്രീം കോടതി നിലപാട് കടുപ്പിക്കുമെന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണല്ലോ. തീർച്ചയായും സുപ്രീം കോടതി വിവിധ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുത്തതാണ്. സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി ജഡ്ജിയെ തന്നെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സെർച്ച് കമ്മിറ്റി കണ്ടെത്തിയ 4 പേർ വീതമുള്ള ലിസ്റ്റ്, അതായത് സാങ്കേതിക സർവകലാശാലയിൽ 4 പേരും ഡിജിറ്റൽ സർവകലാശാലയിൽ 4 പേരും വീതമുള്ള ലിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. മുഖ്യമന്ത്രി അതിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഗവർണർക്ക് നൽകുന്നു. ഈ പട്ടികയിൽ സിസ തോമസിന്റെ പേര്, അതായത് നിലവിലെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC-ആയ സിസ തോമസിന്റെ പേരിൽ 2 ഭാഗത്തും 2 ലിസ്റ്റിലും ഉൾപ്പെട്ടെങ്കിലും ഈ 2 ലിസ്റ്റിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിസ തോമസ് എലിജിബിൾ അല്ല. കാരണം ചില കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും എലിജിബിൾ അല്ല എന്ന് രേഖപ്പെടുത്തിയാണ് ഈ പട്ടിക രാജ്ഭവന് കൈമാറിയത്. എന്നാൽ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആയി നിയമിക്കാൻ പോകുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ സുപ്രീം കോടതി അറിയിച്ചത്. എന്തായാലും അതിനെതിരെയുള്ള ശക്തമായ എതിർപ്പ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നിയമനവുമായി മുന്നോട്ട് പോകും. സമവായത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യോഗ്യതയാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ള അന്ത്യശാസനം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. എന്തായാലും മുഖ്യമന്ത്രി ഇതിൽ രാജ്ഭവന്റെയും ചാൻസലർ കൂടിയായ ഗവർണറുടെയും ഇടപെടലിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. താൻ ഇതിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് അത് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചാണ്, അല്ലാതെ തൻ്റെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ചല്ല. അത്തരത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ് ഗവർണർ അത് ലംഘിക്കുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ വ്യാഴാഴ്ച ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സിസ തോമസിനെ നിയമിക്കാനുള്ള നടപടിയുമായി ഒരു ഭാഗത്ത് രാജ്ഭവൻ മുന്നോട്ട് പോവുകയുമാണ്. അനുജ, അതാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലാണ് ഒരുപക്ഷെ സമവായത്തിൽ എത്തണമെന്ന് സുപ്രീം കോടതി പറയുകയും ഒപ്പം വലിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. സുപ്രീം കോടതി ഇടപെടും, സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്തുമെന്ന് പറയുകയാണ്. വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.